ലക്ഷ്മി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്റെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവളുമാരെന്ന്. ഞാനാണെങ്കിൽ അടി ഉണ്ടാക്കും. ആദില നൂറയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ ഗെയിം കളിക്കാൻ വന്നെങ്കിൽ ആ ഗെയിമിന്റെ ലെവലിൽ നിങ്ങൾക്ക് എന്തും ടാർഗറ്റ് ചെയ്യാം. പേഴ്സണൽ തിങ്സ് വെച്ചല്ല അത് ചെയ്യേണ്ട ഒരിക്കലും. ലക്ഷ്മിയോട് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? നീ നിന്റെ ഇഷ്ടത്താണ് നിന്റെ ലൈഫ് ജീവിക്കുന്നത്. നിന്റെ പൈസ, നിന്റെ ഇഷ്ടം, നിന്റെ ജീവിതം. അത് എനിക്കൊന്നും പറയാനില്ല. പറ്റുമോ? ട്രിഗർ ആയിരുന്നു ആ ഒരു സ്റ്റേറ്റ്മെന്റ്? പിന്നല്ലാണ്ട് ഞങ്ങൾ ഓൾറെഡി അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. കൂടുതലും നമ്മളെ പോലെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ ഇന്റർവ്യൂ ചെയ്ത് നന്നായിട്ട് കയറി വന്ന ഒരാളാണ്. എന്നിട്ട് കമ്മ്യൂണിറ്റിക്ക് തന്നെ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. മസ്താനിനെ ഇറക്കിയിട്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഗെയിമിലും ആള് ഓക്കെ. പിന്നെയുള്ള പെരുമാറ്റങ്ങൾ മാത്രം ഒരു കുട്ടിക്കളി പോലെ തോന്നുന്നു. നമുക്ക് ഒരു മെച്ചൂർഡ് അല്ല. മഴവിലെല്ലാം ആകാശത്ത് മതി എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഉണ്ട്. ഹോമോസെക്ഷലിനെ സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ അവർക്ക് ഒരു കൂൾ സപ്പോർട്ട് അവരെ ടാർഗറ്റ് ചെയ്ത് ഞാൻ കിട്ടുമെന്നുള്ള ഇതിലായിരിക്കും അവൾ ആ ടീം കളിച്ചേ. അതെ അതെ. നമ്മുടെ ജാസി ആഷി അവരുടെ വീഡിയോസ് നോക്കുമ്പോഴത്തേക്ക് കുറെ പേര് ഗിഫ്റ്റ് ഇടുന്നത് കാണാം. കോൽക്കളിയുടെ പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ കല്യാണം കഴിക്കാനൊക്കെ നല്ല മനസ്സിൽ എത്ര ചേട്ടന്മാരുണ്ട്. ജീവിതം രണ്ടുപേർ കൂടെ ഒരുമിച്ച് ജീവിതം തരാൻ. ടോപ്പ് 5 പ്രഡിക്ഷൻ പറയുകയാണെങ്കിൽ ആരൊക്കെ ആയിരിക്കും? ഷാനവാസ് കാണുമായിരിക്കും, മേ ബി അക്ബർ കാണുമായിരിക്കും. അതിലെന്ന് പറയുമ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട്. അനീഷ് എന്തായാലും ഉണ്ടാവും. പിന്നെ അപ്പാനി ഔട്ടായപ്പോ ഉള്ള ഒരു അപ്പൻ ചേട്ടനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ക്യാമറ മുന്നിലൊന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര തോരാ നിങ്ങളുടെ സെക്ഷുവാലിറ്റി? യൂട്യൂബിൽ നോക്കിയാൽ പോരെ, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ പോരെ. ഇവർക്ക് എന്തിനാണ് അറിയാൻ ഇത്ര ആഗ്രഹം? അപ്പൊ ഇവരിതാണോ ഏറ്റവും നല്ലൊരു എപ്പിസോഡ് ആയിരുന്നു. ബെസ്റ്റ് പാർട്ട് എന്തായിരിക്കും എപ്പിസോഡ്സിൽ? എന്റെ വീട്ടിൽ കയറി ഞാൻ അവരെ എന്ന് പറയുന്ന ഒരു ഇതില്ലേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഹലോ ആൻഡ് വെൽക്കം ടു മൂവി വേൾഡ്. ഇറ്റ്സ് മീ നൂർജഹാൻ. ആൻഡ് ഇന്ന് എന്റെ കൂടെ ഉള്ളത് രണ്ട് ക്യൂട്ട് ലവ് ബേർഡ്സ് ആണ്, അഞ്ജു ആൻഡ് സംഗീത. വെൽക്കം. നമസ്കാരം. ശരിക്കും ലവ് ബേർഡ്സ് എന്നുള്ളൊരു ടാഗ് ലൈൻ തരാൻ തോന്നും. കാരണം ബേർഡ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ക്യൂട്ടാണല്ലോ. ഞങ്ങളും ക്യൂട്ടാണോ? പിന്നെ എങ്ങനെ പോകുന്നു ലൈഫ് എല്ലാം? കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. എന്താ ഒരു കൺഫ്യൂഷൻ പോലെ പറയാൻ വന്നായിരുന്നു, ഞാനല്ലേ നന്നായിട്ട് പോകുന്നുണ്ട്. ലൈഫ് എല്ലാം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഈ പറയുന്ന പോലെ തന്നെ ഹെട്രോസെക്ഷൽ റിലേഷൻസ് ആണ് കൂടുതലും സെലിബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു സൊസൈറ്റിയിൽ ഒരു ഹോമോസെക്ഷുവാലിറ്റി അവർ കുറെ പേരൊന്നും സ്റ്റിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഹൗ ഡു യു ഫീൽ? ലൈഫ് ഈസി ആണോ? ഒരു പോർഷൻ നോക്കി ഈസിയാണ്, ഒരു പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈസി അല്ല. ഭയങ്കര നെഗറ്റീവാണ് ഇമ്പാക്ട്. കൂടുതൽ നെഗറ്റീവ് ഇമ്പാക്ട് ആണ് വരുന്നത്. ഒരു വീഡിയോസ് ഇടുമ്പോ തന്നെ കൂടുതൽ നമുക്ക് പോസിറ്റീവിനേക്കാൾ കൂടുതൽ നെഗറ്റീവ്സ് ആണ് വരുന്നത്. വിഷമം തോന്നുന്ന എന്ത് കാര്യത്തിലാ? നമുക്ക് വിഷമങ്ങൾ തോന്നാറില്ല. കാരണം ഓരോരുത്തരുടെ ഒപ്പീനിയൻ അല്ലേ. നമ്മുടെ ലൈഫ് എങ്ങനെയാണെന്ന് നമുക്കറിയാം. നമ്മൾ എത്ര അതിൽ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ് നമുക്കറിയാം. അത് പുറത്തൊരാൾ കമന്റ് ഇട്ടേ കൂടെ പോവാൻ നമ്മൾ അങ്ങനെ അല്ലല്ലോ. നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. അവർക്ക് നല്ല രീതിയിൽ റിപ്ലൈ കൊടുക്കും. ആരാണ് കൂട്ടത്തിൽ ഏറ്റവും പെട്ടെന്ന് ഹൈ ടെമ്പർ ആവുന്നത്? പുള്ളിക്കാരത്തി ഇങ്ങനത്തെ മെസ്സേജ് കാര്യം കണ്ടുപിടിച്ച് അതിന് റിപ്ലൈ കൊടുക്കുന്ന ആള്. ഞാൻ അങ്ങനെ നോക്കാറില്ല, ഞാൻ വീഡിയോസ് ഇട്ടിട്ട് പോകും. പുള്ളിക്കാരത്തി ഓരോ കമന്റ് നോക്കി റിപ്ലൈ കൊടുക്കും. ഭയങ്കരമായിട്ട്. ഒരു 5 years മുമ്പ് നോക്കിയാലും ഇപ്പൊ നോക്കിയാലും എന്തെങ്കിലും കൊച്ചു മാറ്റങ്ങളെങ്കിലും വന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ അന്ന് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ്. നിങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത്, സൊസൈറ്റിയുടെ അപ്രോച്ചിന് മാറ്റമില്ല. നമ്മളെ അറിയുന്നവർക്കറിയാം. അല്ല, നമ്മളെ ഒരു വീഡിയോയിൽ കൂടെ മാത്രം കണ്ട് നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് അതിൽ വരുന്നവർക്ക് നമ്മൾ ഇപ്പോഴും അറിയത്തില്ല എന്താണെന്ന്. പ്രത്യേകിച്ച് ഞാൻ മുടി കട്ട് ചെയ്തപ്പോ എല്ലാവർക്കും ഡൗട്ട്സ് കൂടുതലാണ്. ഇപ്പൊ ഒന്നുകൂടെ കമന്റ്സ് കൂടുതലാണ്. ഹെയർ കട്ടൂടെ ആയപ്പോഴത്തേക്കിന് പിന്നെ നമ്മളിരുന്ന കോസ്റ്റ്യൂം വെച്ചിട്ട് നമ്മൾ ഇതാക്കുക, ജഡ്ജ് ചെയ്യുക. ഇപ്പം കേളാന്ന് പറഞ്ഞ് നമുക്ക് ഒരു ജെൻഡറിന് ഈ ഡ്രസ് ഒന്നും നമ്മളെങ്ങും എഴുതി വെച്ചിട്ടില്ല. നമ്മുടെ ഇഷ്ടമല്ല നമ്മുടെ ഡ്രസ്സ്. അത് ഹെയറോട് കട്ട് ചെയ്തിട്ട് ഇപ്പൊ മുണ്ടൊക്കെ കൊടുക്കുവാണെങ്കിൽ അന്നേരത്തേക്കിന് കമന്റ്സ് വേറെ രീതിക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ഓണത്തിന്റെ കുറച്ച് ഷൂട്ടിന്റെ കമന്റ്സ് ഒക്കെ വായിച്ചു നോക്കിണ്ടാവില്ല, ഭയങ്കര ബോറായിട്ടാണ്. കാരണം ഞാൻ ആ സമയത്ത് മുണ്ടും ഷർട്ടും ആയിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് കമന്റ്സ് കുറച്ച് ഓവർ കമന്റ്സ് ആയിരുന്നു. ആണാവാൻ നോക്കാണോ എന്നൊക്കെ അതിന് ഭയങ്കരമായിട്ടുള്ള നമ്മുടെ ഇഷ്ടമല്ല ഡ്രസ്സ് എങ്ങനെ വേണമെന്ന്. അത് ജെൻഡർ ഒരു ഹെയർ കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ജെൻഡർ മാറണമെന്നില്ല, ഒരിക്കലും ഇല്ല. അത് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ആണ്. നമുക്ക് ഇഷ്ടമുള്ള തന്നെയായിരുന്നു എന്റെ കോസ്റ്റ്യൂം. ഞാൻ ലുലുമാളിലാണെങ്കിൽ തന്നെ ഞാൻ മുണ്ട് കൊടുത്ത് നടന്നിട്ടുള്ള വീഡിയോസ് ഉണ്ട്. നമുക്ക് കംഫർട്ടബിൾ. പക്ഷെ മുടി കട്ട് ചെയ്തപ്പോ നമുക്ക് എനിക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നി പണ്ടത്തേനേക്കാളും. മുടി ഉള്ളപ്പോ ഇതൊക്കെ ചെയ്യണേക്കാളും മുടി വെട്ടിയിട്ട് അങ്ങനത്തെ കോസ്റ്റ്യൂം ഇടുമ്പോ കുറച്ചുകൂടി എനിക്ക് കംഫർട്ടബിൾ ആണ്. മുടി വെട്ടിയത് ഭംഗിയുണ്ട് സത്യത്തില്.
ശരിക്കും അങ്ങനെ ആ ഒരു ബോൾഡ് ലുക്ക് എല്ലാവർക്കും പുൾ ഓഫ് ചെയ്യാൻ പറ്റൂല. നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഈ ഒരു ലുക്ക് തന്നെയായിരുന്നു നേരത്തെയും? ഞാൻ എന്റെ ഔട്ട്ഫിറ്റ് ഇതൊക്കെ തന്നെയായിരുന്നു, പക്ഷെ മുടി ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ. മുടി കട്ട് ചെയ്തു. മുടി കട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് നെഗറ്റീവ് ഒന്നുകൂടെ കൂടുന്നത്. ഇപ്പോ ഹെയർ ഉള്ളപ്പോ അത്ര നെഗറ്റീവ് മാറാൻ പോവാണോ, നിങ്ങൾ ഒരാൾ മാറുകയാണോ, എല്ലാവരുടെയും ഡൗട്ട് ഇപ്പൊ അതാണ്. ജെൻഡർ ചേഞ്ച് നാട്ടുകാർക്ക് എന്താ കുഴപ്പമില്ല, അവർക്ക് കുഴപ്പമില്ല. പക്ഷെ ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു അതേപോലെ ഞാൻ ജെൻഡർ മാറാൻ എന്തായാലും ഉദ്ദേശിച്ചില്ല. പക്ഷെ എന്റെ ഒരു കോസ്റ്റ്യൂം ആണെങ്കിൽ എന്റെ ഹെയർ ഞാൻ അതിൽ കുറച്ച് വെറൈറ്റി പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് വെട്ടി. ചിലർക്കൊക്കെ ഉള്ളൊരു ഡൗട്ടാണ്, അതായത് ഒരു ലെസ്ബിയൻ ആണെങ്കിൽ അവർക്ക് കണ്ണി കണ്ട പെണ്ണുങ്ങളോട് എല്ലാവരോടും ഈ ഒരു ഫീൽ ആയിരിക്കും. ഒരിക്കലും ഇല്ല കേട്ടോ. അതെ, ഒരു ഹെറ്ററോസെക്ഷൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റിലേഷൻ കാണും, നിങ്ങൾക്ക് കുറെ ഫ്രണ്ട്സും കാണും ബോയ്സ് എന്നും പറഞ്ഞ ഒരു റിലേഷനുള്ള പയ്യന്റെ കൂടെ തന്നെ ഫ്രണ്ട്സിനോടെല്ലാം നിങ്ങൾക്ക് ആ ബന്ധം കാണും. അതാണ് നമ്മുടെ ഇടയിൽ. നമുക്കൊരു പാർട്ണർ ഉണ്ടെന്നും പറഞ്ഞാൽ നമുക്ക് അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, എല്ലാരും ഉണ്ട്, നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ ആ പ്ലേസ് തന്നെ നമ്മുടെ മനസ്സിലും. അതായത് നിങ്ങൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിച്ച് ബാക്കി എല്ലാ ആമ്പിള്ളേരും നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാം ആ റിലേഷനിൽ കാണും. നമ്മുടെ കാര്യത്തിൽ വരുമ്പോൾ ഡിഫറെന്റ് ആണ്. പൊന്നെ എല്ലാ പെമ്പിളേരെ കൂടി വിടും. എന്താ എല്ലാ പെമ്പിളേരെ കൂടി തന്നെ അതൊന്നുമില്ല. പുള്ളിക്കാർക്ക് അറിയാം, ഞാനും വിടും. അങ്ങനത്തെ പ്രശ്നമില്ല. ഞങ്ങളിപ്പോ ഞാൻ പറയാറില്ല, ഫ്രണ്ട്സ് ആയിട്ട് അവരിയ്ക്കും, ഞങ്ങള് അവരുടെ ബോയ് ഫ്രണ്ട്സ് കൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ പോകും. എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനൊക്കെ ഞങ്ങൾ അങ്ങനെ പോകും, ഇവരവിടെ ഇരിക്കും. ഞങ്ങളുടെ അങ്ങനത്തെ ഒരു ഡൗട്ട് ഇല്ല. ഞങ്ങൾക്ക് അങ്ങോട്ട് നന്നായിട്ട് അറിയാം. ഏതെങ്കിലും ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ ലെസ്ബിയൻസ് ആണ്? എല്ലാ ഫ്രണ്ട്സും പോയി. എല്ലാരും. അയ്യോ, അതെന്ത് പറ്റി? അത് ഞങ്ങളുടെ റിലേഷൻ എനിക്കറിയത്തില്ല. അതിപ്പോ ഞാൻ ആരോട് കോണ്ടാക്ട് ഇല്ല. അവരെല്ലാരും റിലേറ്റീവ്സ് തന്നെ കുറെ പേരും ഇപ്പോഴും എന്നോട് ഇത്ര ഇയേഴ്സ് ആയിട്ട് എന്നോട് മിണ്ടാത്തവരുണ്ട്, അക്സെപ്റ്റ് ചെയ്യാത്തവരുണ്ട്. നമ്മുടെ ജീവിതം കണ്ടിട്ടും ഞാൻ അതിൽ ഓക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ട് നന്നായിട്ട്, എന്നിട്ടും അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കൂട്ടുകാര് ആരുമില്ല, എൻ്റെ കൂടെ പഠിച്ചവരുമായിട്ടൊന്നും എനിക്കൊരു ബന്ധമില്ല ഇപ്പോഴും. കാരണം അവരെല്ലാമേ 2-3 പേരായിട്ട് കണക്ഷൻ ഉണ്ട്. അവരോടായാലും ഞാൻ ഇങ്ങനെ ഒരു റിലേഷൻ ആയിന്ന് നമ്മുടെ ഫ്രണ്ട്സിന്റെ ടോക്ക് വരുമല്ലോ, നമ്മളിങ്ങനെ ആയി വീഡിയോസ് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഞാൻ കൂടെ നിന്നവരോടൊക്കെ ചോദിച്ച് നിന്റെയൊക്കെ അടുത്ത് സംഗീതം ഇങ്ങനെ ആയിരുന്നു. എല്ലാവരുടെയും അപ്പോഴത്തേനും തിങ്ക് വരുന്ന അങ്ങനെയാണ് എല്ലാ പെൺപിള്ളേരോടും. അത് നമ്മുടെ ജനറേഷൻ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ആർക്കും മാറ്റമില്ല. പുറത്ത് മാറിയെന്ന് കാണിച്ചാലും എല്ലാവരുടെ ഉള്ളില് ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാരും വിചാരിക്കുന്നത് ഇപ്പോഴും. അപ്പൊ ഇപ്പം നമ്മുടെ ബിഗ് ബോസിൽ തന്നെ ഈ പറയുന്ന പോലെ ലക്ഷ്മി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്റെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവളുമാരെന്ന്. ശരിക്കും ഫ്രണ്ട്സ് ആരെങ്കിലും അങ്ങനെ വീട്ടിൽ കയറ്റാതിരുന്നിട്ടോ അങ്ങനെ ഒരിക്കലും ഇല്ല കേട്ടോ. ഞങ്ങളെ ഒരുമിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ റിലേഷൻ. അവർക്കതൊരു ബുദ്ധിമുട്ടേ അല്ല. ഞങ്ങളെ അങ്ങനെ കാണാൻ അവർക്ക് ഇഷ്ടം. എവിടെ പോകുമ്പോഴും ഞങ്ങളെ ഒരുമിച്ച് കണ്ട്, ഞങ്ങൾ ഒരാള് ഒറ്റയ്ക്ക് പോകുമ്പോ അപ്പൊ ചോദിക്കും മറ്റേ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരെ. ഞങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ല. നാട്ടില് കൂട്ടുകാരുടെ ഇടയിൽ ഇത് വരുന്നല്ല, നമ്മളല്ലാണ്ട് പരിചയപ്പെട്ടവരും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ നമ്മളോട് ഭയങ്കര അതെ, ഞങ്ങൾ ഒരുമിച്ച് പരിചയപ്പെട്ടവർക്കെല്ലാം ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. സ്റ്റേറ്റ്മെന്റിന്റെ പൊട്ടിയാണ് എന്ത് വീട്ടിൽ കയറ്റം കൊള്ളാത്ത ആൾക്കാർ. അതിന്റെ ആവശ്യമില്ല. കാരണം നമ്മളെല്ലാം ദൈവം നമുക്ക് തന്ന ഇതുണ്ട്. നമ്മുടെ ഐഡന്റിറ്റി ഇങ്ങനെ ആയിപ്പോന്ന് വിചാരിച്ചാൽ നമ്മളൊരു മോശമല്ലല്ലോ, ഒരിക്കലും. നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. നമ്മളൊരു ഒന്നും ചെയ്തിട്ടില്ല. നമ്മള് ഇഷ്ടപ്പെട്ട ഒരാളെ കൂടെ കൊണ്ട് നടക്കുന്നു. അത് വീട്ടിൽ കയറ്റം കൊള്ളാത്ത ആൾക്കാരായിട്ടല്ലോ. ട്രിഗർ ആയിരുന്നു ആ ഒരു സ്റ്റേറ്റ്മെന്റ്. പിന്നല്ലാണ്ട് ഞങ്ങൾ ഓൾറെഡി അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അവിടുത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്, സ്റ്റോറി ഇടാറുണ്ട്. അത് നമുക്ക് ഭയങ്കര മോശമായി പോയി. നമ്മളിപ്പോൾ ഉള്ളവർക്ക് അതൊരു മോശമാണ് ആ വീട്. കാരണം നമ്മുടെ റിലേഷൻ എത്ര ബ്യൂട്ടിഫുൾ ആണ് അവരതി വരുമ്പോ കുറച്ചേലും ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതിലാ നൂറയുടെ റിലേഷൻ കണ്ടിട്ട് പലരും, അതായത് ഇപ്പൊ നമുക്കൊരു പീരീഡ്സ് ആവുന്നു, ഒരു ബോയിന്റെ അടുത്ത് ആ പെയിൻ പറയുമ്പോൾ ആൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ കുറെ പേരുടെ കമന്റ് ആയിരുന്നു, പക്ഷെ അവർക്കത് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് കമന്റ്സ് ഒക്കെ മീൻസ് എന്ന് വെച്ച് ലൈക്ക് ഒരു ഹോമോസെക്ഷൽ റിലേഷൻ കണ്ടിട്ട് ഒരാളത് ഇൻഫ്ലുവൻസ് ആവുന്നു അവരിങ്ങനെ പറഞ്ഞതാ, ലൈക്ക് എന്തോ ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴത്തെ ഒരുപാട് പേരുണ്ട്. പക്ഷെ അത് പുറത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. നമ്മളത് പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ. നമ്മൾ ഒരിക്കലും ഒരു തെറ്റുകാരല്ലോ. അല്ല. ആദില നൂറയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എങ്ങനെ ആയിരിക്കുമായിരുന്നു റിയാക്ഷൻ? പൊന്നായിരുന്നു, ഞാനാണെങ്കിൽ അടി ഉണ്ടാക്കും. അടി കൊടുത്തേ എനിക്ക് കുറച്ച് ദേഷ്യം കൂടുതലാണ്. അപ്പൊ അങ്ങനത്തെ ഒരു വാക്കൊക്കെ കേൾക്കുന്ന പറഞ്ഞാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളൊന്നും ചെലവിലല്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇവരെ വിളിച്ചതിന്റെ കൂട്ട് തന്നെ ബിഗ് ബോസ് അവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിലൊരു ഐഡന്റിറ്റിയിൽ അവരത്ര ഫെയിം ആയിട്ടാണ്, അവരത്ര സക്സസ്ഫുൾ ആയിട്ട് ആ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നോണ്ടാണ്. അതില് ലക്ഷ്മി പറയുന്നത് ലക്ഷ്മിയുടെ മോൻ അത് കാണും, ഇൻഫ്ലുവൻസ് ആകും. എനിക്കൊരു മോളുണ്ട്. എന്റെ മോള് ഞങ്ങളുടെ റിലേഷൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്.
അപ്പോൾ മക്കൾ മാത്രമല്ലല്ലോ പെൺമക്കളുള്ളവരാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് അല്ലേ. എനിക്കൊരു മോളുണ്ടായിട്ടും ഞങ്ങൾ ഒരുമിച്ച് റിലേഷൻ കൊണ്ടുപോകുമ്പോൾ അവൾക്കൊരു കുഴപ്പമില്ല. എന്റെ ജെൻഡർ എന്റെ ഉള്ളിലല്ലേ, അതുപോലെ ഇൻഫ്ലുവൻസ് ആവാനാണെങ്കിൽ ഈ ലോകത്ത് എത്ര ആൾക്കാരുണ്ട്. അപ്പൊ എനിക്കൊരു നിങ്ങളെ കണ്ടുമ്പോ ഞാൻ ഇൻഫ്ലുവൻസ് ആയി ഞാൻ ഹെട്രോസെക്ഷൽ ആവത്തില്ലേ? അങ്ങനെ ഒരിക്കലും ആവാൻ പറ്റത്തില്ലല്ലോ. നമ്മളെ കണ്ടിട്ടല്ല അവര് വളരുന്നത്. അവര് വലുതായി വരുമ്പോ ചിലപ്പോ അവർക്കും ചേഞ്ചസ് വരാം. അവരുടെ ഏജിലാണ് അവർ അവരുടെ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്യുന്നത്. അല്ല നമ്മൾ ഒരാളെ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ തന്നെ ആവണം എന്ന് കൊണ്ടുപോയി ഒരിക്കലും അവർക്ക് ആ റിലേഷനെ പറ്റത്തില്ല. ഇപ്പൊ ഒരു ഹോമോസെക്ഷൽ ആണെന്ന് നിങ്ങൾ ഇത് മതി, സൊസൈറ്റിയിൽ ഒരു ആണിന്റെ കൂടെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് കല്യാണം കഴിച്ച് വിട്ടാലും ഡിവോഴ്സ് ആയി അവർ പോത്തേ ഉള്ളൂ. കാരണം അവർക്ക് പറ്റൂല ജീവിക്കാൻ, നമുക്കറിയാം. അപ്പൊ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ആവശ്യമില്ല അവിടെ. ഒരാൾ ഇൻഫ്ലുവൻസ് ചെയ്ത് അങ്ങനെ നമ്മളല്ലെങ്കിലും നമുക്ക് ഈ വരുന്ന തലമുറകളും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഇനി കൂടുകയുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട്. പണ്ടത്തെ കാലല്ലേ ഇപ്പോഴത്തെ. പണ്ട് പുറത്തോട്ട് വരാൻ കുറെ പേര് മടിച്ചു, ഇപ്പൊ കുറച്ചായിട്ട് വന്നു തുടങ്ങി. ഇനി വരുമ്പോ അങ്ങനെയുള്ളവർ പുറത്തോട്ട് കമ്മൗട്ട് ആയിക്കൊണ്ടേയിരിക്കും. അത് ഓപ്പറേറ്റ് പറയും. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മളെക്കാളും മോഡേൺ ആണ്. അവരെന്തായാലും തുറന്നു പറയും. അത് ഇപ്പൊ ഗേ കപ്പിൾസ് ഉണ്ട്, ലെസ്ബിയൻ കപ്പിൾസ് ഉണ്ട്, ട്രാൻസ് കപ്പിൾസ് ഉണ്ട്. ഇനിയും അത് വലുതായി വരുള്ളൂ. ഈ ഫാമിലിയുടെ അക്സെപ്റ്റൻസ് ആണോ അതോ സൊസൈറ്റിയുടെ അക്സെപ്റ്റൻസ് ആണോ കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ട്? സൊസൈറ്റിയുടെ ആണ്. ഫാമിലി പിന്നെയും കുഴപ്പമില്ല. ഞങ്ങളുടെ രണ്ടുപേരെ ഫാമിലിക്ക് അറിയാം. രണ്ടാളുടെ ഫാമിലിക്ക് അറിയാം. അവര് രണ്ടാളും ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. അതെ, അതില് മസ്താനി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ടായിരുന്നു, എന്റെ മക്കളാണെങ്കിൽ ഞാൻ ഇറക്കി വിടും, അങ്ങനെ ചെയ്യൂല, ഇറക്കി വിടും. ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എല്ലാരും കമ്മൗട്ടായിട്ട് ഒരു കമ്മ്യൂണിറ്റിയിലോട്ടായി ജീവിക്കുന്നെന്ന് വെച്ചാൽ അവരുടെ ഫാമിലി ഇത് അക്സെപ്റ്റ് ആക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ ഫാമിലി അക്സെപ്റ്റ് ചെയ്താൽ നമ്മൾ നല്ല നിലയിലെത്തും. കുറെ ട്രാൻസ് ആയിട്ട് വരുന്നവരും എല്ലാവരും ഫാമിലി അക്സെപ്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ഒരുപാട് കഷ്ടപ്പെടുന്നത്. ഫാമിലി അക്സെപ്റ്റ് ചെയ്ത് അവരെ വളർത്തി കഴിഞ്ഞാൽ അവർ നല്ല രീതിയിലെത്തും. പക്ഷെ കുറെ പേർക്ക് അത് പറ്റാതെ, എഡ്യൂക്കേഷൻ ആയാലും എല്ലാം പറ്റാത്ത കുറെ പേരുണ്ട് നമ്മുടെ കൂടെ തന്നെ, നമുക്കറിയുന്നവരായാലും. അതിൽ കുറെ പേര് അതുകൊണ്ട് ട്രാൻസ് ആയിട്ട് മാറും. ഇതേപോലെ ലെസ്ബിയൻ കപ്പിൾസ് ആയി നിൽക്കാണ്ട് ഒരാൾ ഗേളും മറ്റൊരാൾ ട്രാൻസ് ആയിട്ട് മാറും. മനസ്സിലായി. കാരണം അവരുടെ ഉള്ളിലെ മെന്നായിരിക്കും. നമ്മളെന്ന് വെച്ചാൽ ലെസ്ബിയൻ കപ്പിൾസ് ആണ്. അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു മെന്നാവണമെന്നുള്ള ആഗ്രഹം കാണും കൊച്ചിലെ തൊട്ട്. അതുകൊണ്ട് അവരത് കമ്മൗട്ടായി കഴിയുമ്പോൾ ഒരു ഗേൾ പാർട്ണറൊക്കെ വന്നു കഴിയുമ്പോൾ അവരത് കമ്മൗട്ടാക്കാൻ നോക്കും നന്നായിട്ട്. പിന്നെ സൊസൈറ്റി കുറച്ചുകൂടി ഈ കാലത്ത് ഇങ്ങനെ ജീവിക്കണേക്കാളും ഒരാൾ ഒരു ബോയ് ടൈപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ സൊസൈറ്റി പിന്നെയും കുറച്ച് ഒതുങ്ങി നിൽക്കും. ഒരു ആൺകുട്ടിയാണ്, നമ്മൾ പുറത്ത് പറഞ്ഞില്ലെങ്കിലാണ് പെണ്ണാണോ ആണോ എന്നറിയുള്ളൂ. ഇവര് കാണുമ്പോൾ തന്നെ ആൺകുട്ടി ലുക്കാകുമ്പോൾ പിന്നെ പ്രശ്നമില്ല. നമ്മളെന്ന് പറഞ്ഞാൽ രണ്ട് പെൺകുട്ടികളായിട്ട് നടക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി സൊസൈറ്റിനെ നേരിടാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മെയിനായിട്ട് ആൾക്കാർ ട്രാൻസ്ലോട്ട് പോകണമെന്ന് എനിക്ക് തോന്നുന്നു. അതാകുമ്പോൾ മുടി വെട്ടി കുറച്ച് മീശിൻ താടിയൊക്കെ വന്നു കഴിയുമ്പോൾ അത് ആണും പെണ്ണുമാണല്ലോ. ഇപ്പൊ ഒരു റൂം എടുക്കുകയാണെങ്കിൽ തന്നെ ആണും പെണ്ണുമാണ്. ഇത് പെണ്ണും റൂം എടുക്കുമ്പോൾ വ്യത്യാസമാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും മിക്കും തോന്നുന്നു എനിക്ക് ട്രാൻസ് ആയിട്ട് മാറുന്നത്. അതുപോലെ ലക്ഷ്മി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നല്ലോ, ജോലി മര്യാദക്ക് ജോലി എടുക്കാത്ത ആളുകളാണ്. അതെ അതെ അതെ. അപ്പൊ നോർമലി ആളുകൾക്ക് ഉള്ളൊരു മിസ്കൺസെപ്ഷൻ ഉണ്ടോ? അതായത് നിങ്ങൾ ജോലി എടുക്കാതെ വേറെ പരിപാടികൾ ചെയ്ത് ജീവിക്കുകയാണ്, അങ്ങനെയൊക്കെ കമന്റ്സ് കേട്ടിട്ടുണ്ടോ? ഇല്ല, എന്റെ കാര്യത്തിലതില്ല. കാരണം ഞാൻ പണ്ട് തൊട്ടേ ബിസിനസ് ഫീൽഡാണ്. പിന്നെ ഞാൻ ഇവളെ വിളിച്ചുകൊണ്ട് വന്ന എന്റെ ഇന്റർവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നോക്കാൻ കഴിവുള്ളതുകൊണ്ടാണ് ഞാൻ ഇവളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് പറഞ്ഞ പോലെ അത് അവരാണെങ്കിലും അവർക്ക് ജോലിയായിട്ടാണ് അതിലെ നൂറിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അവർക്കൊരു ഫിനാൻഷ്യലി ഒരു നമ്മൾ പറയുന്നത് നിങ്ങൾ കമ്മൗട്ട് ആവുകയാണെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി എന്തെങ്കിലും സ്റ്റെബിലിറ്റി ആയിട്ട് ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. ചേച്ചി ഞങ്ങൾക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഞാൻ പുറത്ത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട്, ഞാൻ നിങ്ങൾ ഫിനാൻഷ്യലി സെറ്റ് ആയിട്ട് കൊണ്ടുപോകാം, ജോലി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു നമ്മുടെ ലൈഫിൽ നമുക്കൊരു ജോലിയൊക്കെ രണ്ടുപേർക്കും ജീവിക്കാം എന്നായിക്കഴിഞ്ഞാൽ നിങ്ങൾ കമ്മൗട്ട് ആവുക. പിന്നെ നമുക്ക് ആരെയും ഇതാക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ജീവിക്കാലോ ഒറ്റയ്ക്കാണേലും. അത് നമ്മളെല്ലാവരോടും പറയാറുള്ളൂ. കൂടുതൽ മെസ്സേജ് വരാറുണ്ട് ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ. ഒരുപാട് പെമ്പിളേർ തന്നെ ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ ആദ്യം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളൊന്ന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകാം. അപ്പൊ പിന്നെ നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്തായാലും. അല്ലെങ്കിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇതുപോലെ ഒരുപാട് കേൾക്കേണ്ടി വരും നമ്മൾ. ഇപ്പൊ നമുക്ക് പുറത്ത് പറയാം എനിക്ക് ഇന്ന ബിസിനസ്സാണ്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ജോലിയാണ്. അപ്പൊ അവിടെ നിന്നു മനസ്സിലായി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ജോലി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മിണ്ടാൻ പറ്റില്ല, ഇങ്ങനെ കഴിഞ്ഞു. അതെ അതെ. മോളുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോ ശരിക്കും പറഞ്ഞാല് കുട്ടീന്റെ എപ്പോഴെങ്കിലും മെന്റൽ ഹെൽത്തിനെ അത് ബാധിക്കാറുണ്ടായിരുന്നോ? ലൈക്ക് അമ്മ മാറിപ്പോവുക, ലൈക്ക് ഒരു ഫീമെയിൽ പാർട്ട്ണറിന്റെ കൂടെ മാറുക, ലൈക്ക് ഇപ്പൊ ഫാദർ ആയിട്ടുള്ള ആ ഒരു ഫാമിലി അല്ലല്ലോ യൂഷ്വലി നമ്മൾ കണ്ടുവരുന്ന ഒരു ഫാമിലി സെറ്റപ്പ് അല്ലല്ലോ. അപ്പൊ അതിൽ നിന്ന് മാറുന്ന സമയത്ത് കുട്ടിക്ക് അവൾക്ക് ഒരു പ്രശ്നമില്ല. അങ്ങനെയല്ല കാറ്റഗറി അല്ല. എത്ര വയസ്സുണ്ട് ഇപ്പൊ അവൾക്ക് 14 വയസ്സുണ്ട്. അപ്പൊ അവളെ ഞങ്ങൾ ഒരുമിച്ചാണ് അവളെ സ്കൂളിലോട്ട് പോകുന്നത്. മീറ്റിംഗ്സ് ഉണ്ടായാലും ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്.
ഞാൻ മുടി വെട്ടിയ ആൾക്ക് പ്രശ്നമില്ല. എന്നോട് പറയും അമ്മ ഈ നിലയ്ക്ക് അങ്ങോട്ട് വന്നാൽ മതി കേട്ടോ, അല്ലാണ്ട് അവിടേക്ക് വരുമ്പോൾ ചുരിദാർ ഇട്ട് വരണം അതൊന്നുമില്ല. ഞാൻ എങ്ങനെയാണോ അതേപോലെ തന്നെ വന്നാൽ മതി. കാരണം ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കൂടി ആണെങ്കിലും അല്ലെങ്കിലും അവൾക്ക് അത് ക്രെഡിറ്റ് ആണ്. അവൾക്കാണ് കൂടുതലും ബോയ് ഷേഡ് നടക്കാൻ ഇഷ്ടം. ഇവള് ബോയ് ഷേഡ് നടക്കണം, ഇങ്ങനെ നടക്കണമെന്ന് അവൾക്കാണ് ഇഷ്ടം കൂടുതലും. ഹെയർ സ്റ്റൈൽ ആണെങ്കിലും എന്നോട് പറയും മൂക്കുത്തി വേണ്ട, ഒരു മൂക്കുത്തി വേണ്ട, എന്നാലും കുറച്ചും കാണാൻ ഭംഗി, ഇങ്ങനെ മുടി വെട്ടിയാൽ മതി. അവളാണ് കൂടുതൽ ഞങ്ങൾക്ക് സജസ്റ്റ് തരാറ്. സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇതേപോലെ ഫ്രണ്ട്സിന്റെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലും കമന്റ്സ് ഒക്കെ? ഒന്നുമില്ല, അവർക്ക് ഞങ്ങളെ കാണാൻ ഇഷ്ടമാണ്. അമ്മയുടെ വീഡിയോ ഉണ്ടായിരുന്നിട്ട് അവരുടെ വീഡിയോ കാണുന്നുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്, ഒന്ന് ഫോളോ ചെയ്യാൻ പറയോ എന്നൊക്കെ ചോദിക്കും. അവര് അക്സെപ്റ്റഡ് ആണ്. അവള് ചെറുപ്പം തൊട്ടേ അത് ഓക്കെയാണ് അവൾക്ക്. ഞങ്ങളുടെ കൂടെയാണ് എപ്പോഴും ഉണ്ടാവാറ്. ഇപ്പൊ ഞങ്ങള് ഇപ്പം വീട്ടിൽ പോയാലും ഞങ്ങൾ ഒരുമിച്ച് കിടക്കുക, എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ നടക്കുന്ന ഒരു വ്യക്തിയാണ്. സംഗീതം എന്താ വിളിക്കാറ്? ചേച്ചി തന്നെ. ചേച്ചിന്നാ വിളിക്കാറ്. ഞാൻ കരുതി അമ്മ. ചേച്ചി എന്നാ വിളിക്കാറ്. ചേച്ചി എന്നാണ് വിളിക്കാറ്. അപ്പോ പിന്നീട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും ബിഗ് ബോസിൽ പോവാനായിട്ട് ഈ ഇയറിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല, ഇപ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊക്കെ. പക്ഷെ കിട്ടിയാ പോകും. ഇനിയാണെങ്കിലും പോകും. ഇനി പോവാണെങ്കിൽ ആരെയൊക്കെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത് ഈ സീസണില്? ഞാൻ അക്ബറിനെ എനിക്ക് പക്ഷെ നല്ല ഗെയിമറാണ്. പിന്നെ ആളുടെ കുറച്ച് സംസാരങ്ങള് പണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ബട്ട് ഇപ്പൊ ആള് കൊറേ നല്ലതായി വന്നിട്ടുണ്ട്. അപ്പൊ ഗെയിം നന്നായിട്ട് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് ആദ്യത്തേക്കാളും. അപ്പൊ നല്ലൊരു മനുഷ്യനാണ്. ആര്യനെ ടാർഗറ്റ് ചെയ്യോ? ആര്യൻ എനിക്ക് ഇഷ്ടമല്ല. ഞങ്ങള് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം പുള്ളിയുടെ എക്സ്പ്രഷനും അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പുള്ളിക്കാരന്. അതുകൊണ്ട് പിന്നെ ബാക്കി എല്ലാവരും ഓക്കെ. എന്തെങ്കിലും പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഗെയിമിലും ആള് ഓക്കെ. പിന്നെയുള്ള പെരുമാറ്റങ്ങൾ മാത്രം ഒരു കുട്ടിക്കളി പോലെ തോന്നുന്നു നമുക്ക്, ഒരു മെച്ചൂർഡ് അല്ല. മോസ്റ്റ് ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് അനുവിനെ ഇഷ്ടമാണ്. അനുവിനെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാറുണ്ട് ഞങ്ങൾ നന്നായിട്ട്. പിന്നെ ആദില നൂറേനെ ഇഷ്ടമാണ്. അനീഷ്, ലക്ഷ്മി അവിടെ ചെന്ന് കഴിഞ്ഞാല് ലക്ഷ്മിയോട് പറയാൻ ഉദ്ദേശിച്ചേക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതന്നെ ഈ ഒരു വിഷയം തന്നെ. നീ നിന്റെ ഇഷ്ടത്താണ് നിന്റെ ലൈഫ് ജീവിക്കുന്നത്, നിന്റെ പൈസ, നിന്റെ ഇഷ്ടം, നിന്റെ ജീവിതം. അത് എനിക്കൊന്നും പറയാനില്ല, പറ്റുമോ? ഒരിക്കലും. അതുകൊണ്ട് നമ്മുടെ ജീവിതം, നമ്മുടെ ഇഷ്ടം, നമ്മുടെ ആഗ്രഹങ്ങള്, നമ്മുടെ ഇതിനു വേണ്ടി നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും ഇന്റർഫിയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഗെയിം കളിക്കാൻ വന്നെങ്കിൽ ആ ഗെയിമിന്റെ ലെവലിൽ നിങ്ങൾക്ക് എന്തും ടാർഗറ്റ് ചെയ്യാം. പേഴ്സണൽ തിങ്സ് വെച്ചല്ല അത് ചെയ്യണ്ട ഒരിക്കലും. അതെ, നമുക്ക് ഒരുപാട് വിഷമം വരും. ഇതാക്കുകയാണെങ്കിൽ അവരെവിടെ വരെ എത്തും. നമുക്കും പറയാൻ ഒരുപാടുണ്ടാവും അവരെ കുറിച്ച്, ഇല്ലേ? അത് അതിലെ നൂറ് പറഞ്ഞില്ല, അത് അവരുടെ ക്വാളിറ്റിയാണ്. അവർ തിരിച്ചു പറയാഞ്ഞത് അല്ലേ? അവരാരും നോട്ടം കൊണ്ട് അവസാനിപ്പിച്ചു. ആ കുട്ടിയുടെ നോട്ടം കണ്ടപ്പോ എനിക്ക് ആകെ നിഷ്കളങ്കമായിട്ട് നോക്കുന്ന പോലെ തോന്നി. ഒന്നും പറയാനില്ല തിരിച്ച്. മനസ്സിലായി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു അതിലെ നോട്ടം കാണിക്കുന്നുണ്ടായിരുന്നു. ഒന്നും പറയാനില്ല കുട്ടിക്ക്. അതിലേക്ക് മനസ്സിലായില്ലെന്നും എനിക്ക് തോന്നുന്നു. പിന്നെ നൂറ് കേട്ടെങ്കിൽ നൂറ് പിന്നെ ഒന്ന് മറുപടി പറഞ്ഞു ചെയ്തേനെ. അതെ. പക്ഷെ അവിടെ ഇരുന്ന് ആർക്കും എനിക്ക് ആ കോണ്ടാക്ട് മനസ്സിലായിട്ടില്ല. ഒരു ആവശ്യമില്ലാതെ അവിടെ എടുത്തിട്ട അക്ബറായിട്ടുള്ള വഴക്കില് പെട്ടെന്ന് കയറി വന്ന് ഇവര് രണ്ടുപേരെ പറഞ്ഞിട്ട് പോയി. സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞ് ഇവരെ ടാർഗറ്റ് ചെയ്തായിരിക്കും. കാരണം ഹോമോസെക്ഷലിനെ അക്സെപ്റ്റ് ചെയ്യാത്ത കുറെ പേര് സമൂഹത്തുണ്ട്. അവരുടെ ഒരു സിമ്പതിക്ക് വേണ്ടി ഓൾറെഡി പുറത്തുനിന്ന് കളി കണ്ടുവന്നൊരു വ്യക്തിയാണ്. ഇവർക്ക് എത്രത്തോളം സപ്പോർട്ട് ഉണ്ട്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ തന്നെ അതിലെ ഫാൻസ് ഇഷ്ടം പോലെയാണ്. അല്ല, സ്റ്റിൽ ലക്ഷ്മിയുടെ പോസ്റ്റ് ഈ ഒരു ഇതിനിടയിൽ ഒനീലിനെ പറഞ്ഞതിനൊക്കെ ആളുകൾ നെഗറ്റീവ് പറയുന്നുണ്ട്. ബട്ട് എന്നാലും ഒരു 100 കമന്റ്സ് ഉണ്ടെങ്കിൽ ഒരു 5 എണ്ണം വന്നിട്ട് മഴവിലല്ല ആകാശത്ത് മതി എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഉണ്ട്. അതാണ് പറഞ്ഞത്, ഹോമോസെക്ഷലിനെ സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ അവർക്ക് ഒരു കൂൾ സപ്പോർട്ട് അവരെ ടാർഗറ്റ് ചെയ്ത് ഞാൻ കിട്ടുമെന്നുള്ള ഇതിലായിരിക്കും അവൾ ആ ചിന്തിയും കളിച്ചേ. അതെ. അങ്ങനെ പക്ഷെ ഒരുപാട് ആളുകളുണ്ട് ശരിക്കും പറഞ്ഞാല്. പക്ഷെ ഇവരെ പറഞ്ഞോളൂ പോയിട്ട് UK ലക്ഷ്മി ഒന്നുകൂടി ഹിറ്റ് ആയില്ലേ? നമ്മളിപ്പോ ഈ ലക്ഷ്മിയെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാ? അതിനെ കുറിച്ച് പറഞ്ഞോണ്ട് മേ ബി അത് ചിലപ്പോ അവരുടെ ഒരു ഉറപ്പായിട്ടും. കാരണം അവർക്കറിയാം ഇത്രയും എന്താ പറയാ. അല്ലെങ്കിൽ എനിക്ക് തോന്നി ഇപ്പൊ ഒരു 1 വീക്ക് 2 വീക്കിനുള്ളിൽ നമ്മൾ എന്തായാലും ലക്ഷ്മിനെ കുറിച്ച് ഇത്ര പറയില്ല. അതെ, അത്ര വലിയൊരു ഗെയിമർ അല്ല. ഗെയിം കളിക്കുന്ന ഒരു ആള് സൈലന്റ് ആണ്. പക്ഷെ ഇവരെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മൾ എടുത്തെടുത്ത് ഇവരെ പേര് പറഞ്ഞ് ഇവരെ കുറിച്ച് നമ്മളും പറയുന്നുണ്ട് ഇപ്പൊ, ഇല്ലേ? ഒരാളല്ല എല്ലാരും ഒരു, അതായത് നമ്മളെ അറിയാന്നല്ല, എന്നാലും ഒരുപാട് ആൾക്കാർക്ക് പുറത്തുനിന്ന് അറിയുന്ന ഒരാളല്ലായിരുന്നു. ബട്ട് ഈ യശുവിന്റെ പേര് ലക്ഷ്മിനെ എല്ലാവർക്കും അറിയും. കേരളം മൊത്തം അറിയാം. ഗെയിമായിരിക്കും അത്. മനസ്സിലായി. അതെ, ഒരു അങ്ങനത്തെ ഒരു പ്ലാനിങ്. അതുപോലെ തന്നെ ലാലേട്ടൻ ചോദ്യം ചെയ്തപ്പോഴും മസ്താനി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നല്ലോ, എനിക്കിത് നോർമലൈസ് ചെയ്യാൻ താല്പര്യമില്ല. നോർമലൈസിങ് ആ ഒരു വാക്ക് മനസ്സിലായിട്ടില്ല. അതെന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? നോർമലൈസ് അവിടെയും ചോദിക്കുന്നുണ്ട് അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന്. അവര് ജീവിച്ചോട്ടെ, ബട്ട് നോർമലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അവര് എഡ്യൂക്കേറ്റഡ് അല്ലേ? അവര് സൊസൈറ്റിയിൽ കാണുന്നല്ലേ ഇതൊക്കെ?
UK വന്നൊരു വ്യക്തിക്ക് നമ്മുടെ ഇവിടത്തേക്കാളും കൂടുതൽ പുറം രാജ്യങ്ങളിലാണ് ഇത് കൂടുതൽ. അങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഈ ഒരു വേർഡ് പറയുമ്പോ ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അതെന്താ നോർമലൈസിങ് എന്താണെന്ന്. നമ്മള് ജീവിക്കല്ലോ, അവർ ജീവിക്കാൻ പാടില്ല. അത് നമ്മൾ ഒതുങ്ങിക്കൂടി എന്ന കപ്പിൾസ് ആണോ അവൻ എവിടെയെങ്കിലും ജീവിച്ചോട്ടെ, നമ്മൾ സമൂഹത്തിൽ ഇറങ്ങല്, നമ്മൾ ജീവിക്കും, നമ്മുടെ ഒരു ഐഡന്റിറ്റി എങ്ങും വരല്ല. അതാണ് അവർ നോർമലൈസ് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു. അതിന് കൂട്ടുന്ന മസ്താനി ഇതേപോലത്തെ ആൾക്കാർ ഒരുപാട് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. കൂടുതലും നമ്മളെ പോലെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ ഇന്റർവ്യൂ ചെയ്ത് നന്നായിട്ട് കയറി വന്ന ഒരാളാണ്. എന്നിട്ട് കമ്മ്യൂണിറ്റിക്ക് തന്നെ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ ഏജില്, അതായത് ന്യൂ ജനറേഷനിൽ തന്നെ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അവരെന്നെ ടോക്സിക് ആയിട്ടാണ് ചിന്തിക്കുന്നത് ഉള്ളിൽ നിന്ന്. പുറത്ത് ഇന്റർവ്യൂസിൽ ഭയങ്കര സപ്പോർട്ടിങ് പറഞ്ഞിട്ട് എന്നിട്ട് വന്നതിന് ഭയങ്കര ടോക്സിക് പോലെ തോന്നി. അതെ, നിങ്ങളുടെ ഒരു ലെസ്ബിയൻ അല്ലെങ്കിൽ ഒരു ഗേ കപ്പിളിനെ കാണുമ്പോഴത്തേക്ക് അവർക്ക് കൂടുതൽ ആളുകൾ ഇപ്പൊ നോർമലി ഒരു എന്താ പറയാ ഒരു ഹെട്രോസെക്ഷൽ ഒരു കപ്പിളിനെ നോർമലി ആളുകൾ കാണുന്ന സമയത്ത് അവരുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ അതൊക്കെ കണ്ട് അവർ അങ്ങനെ വിടും. പക്ഷെ നിങ്ങളുടെ ഒരു ഫോട്ടോസോ എന്തെങ്കിലും കാണുമ്പോഴത്തേക്ക് അവർ ആ ഫോട്ടോയുടെ ബ്യൂട്ടി കാണുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളുടെ ബെഡ്റൂമിൽ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ സെക്ഷുവാലിറ്റി അല്ലെ. ഞാൻ ഇതിനു മുമ്പ് നിങ്ങളുടെ ഇന്റർവ്യൂസിലും കണ്ടിരുന്നു ഓപ്പൺലി നിങ്ങളുടെ സെക്ഷുവാലിറ്റി എന്താണെന്ന് വരെ ചോദിച്ചിട്ടുള്ളത്. ശരിക്കും ആളുകൾക്ക് എന്തിനാണ് ഇത്ര തോരാ നിങ്ങളുടെ സെക്ഷുവാലിറ്റി? യൂട്യൂബിൽ നോക്കിയാൽ പോരെ, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ പോരെ, നിങ്ങളോട് ചോദിക്കണവർക്ക് അല്ലേ. അതെ, ഇവർക്ക് എന്തിനാണ് അറിയാൻ ഇത്ര ആഗ്രഹം? അപ്പൊ ഇവരിതാണോ ഇവർക്ക് അറിയാൻ ഇത്ര ആഗ്രഹം വരണമെങ്കിൽ? അത് നമ്മുടെ കാര്യങ്ങളല്ലേ. ഒരു ചെറുക്കനും പെണ്ണോടും കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ പോയി ചോദിക്കൂ നിങ്ങളുടെ ബെഡ്റൂമിൽ എന്താണ്? ചോദിക്കൂ? ഇല്ല. പക്ഷെ നമ്മുടെ ഇടയിൽ ആ ചോദ്യം ഏറ്റവും കൂടുതൽ വരുന്നത് അതാണ്, നിങ്ങളമ്മ എന്താണ്, എങ്ങനെയാണ്. എല്ലാവർക്കും അറിയേണ്ട ഈ ലോകത്ത് ഇത് മാത്രമേ ഉള്ളൂ. ആളുകളുടെ മേ ബി ഒരു വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഹോമോസെക്ഷൽ കപ്പിൾസിന് അവർക്ക് എപ്പോഴും സെക്ഷുവാലിറ്റി മാത്രമേ ഉള്ളൂ അവരുടെ തിങ്കിങ് എന്നായിരിക്കും. എനിക്ക് അറിയത്തില്ല. കാരണം നമ്മുടെ ഇടയില് സെക്ഷുവാലിറ്റിയൊക്കെ കൂടുതൽ നമ്മുടെ ഇടയില് പ്രേമമാണ്. അതെ, ലവ് ആണ് നമുക്ക് അൾട്ടിമേറ്റ്. മനസ്സിലായി. അതായത് ഒരു നമ്മൾ തമ്മിലുള്ള ലവ് ബോണ്ടാണ് നമ്മുടെ ജീവിതം എത്ര ഇയേഴ്സ് വരെ കൊണ്ടുപോകുന്നത്. അതിന്റെ ഒരു പാർട്ട് മാത്രമാണ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. അതെ, അങ്ങനെ ലവ് ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചായിരുന്നല്ലോ, അതായത് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തെന്നൊരു സ്റ്റേറ്റ്മെന്റ്. ഇപ്പം ലാലേട്ടൻ എന്ന് പറയുമ്പോഴത്തേക്ക് ദൈവമൊന്നുമല്ല, ശരിയാണ്. പക്ഷെ മലയാളീസിന് ലാലേട്ടൻ കൊടുക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ചെറുതല്ല. ലാലേട്ടന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായി, അവർ എന്റെ വീട്ടിലോട്ട് വരട്ടെ. അത് ശരിക്കും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ചാൻസ് ഇല്ലേ? പിന്നെ അവര് ആ കപ്പിൾസ് ഒരു അങ്ങനെ ഒരു ഷോയിൽ വന്നപ്പോ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങള് ഇപ്പം അവര് സപ്പോർട്ട് ചെയ്ത് കുറെ പേര് തുടങ്ങി. കാരണം അതുവരെ അവരെയും കുറെ ബാഡ് പറഞ്ഞവരായിരിക്കും മേ ബി അത്. ബട്ട് അവരുടെ ലവ് അതിൻ്റെ അവരുടെ കണക്ഷൻ കണ്ടിട്ട് അതിൽ നിന്ന് മാറിയ കുറെ പേര് കാണും സൊസൈറ്റിയിൽ. അത് ഒരുപാട് മാറ്റം ഇനി കൊണ്ടുവരും തോന്നുന്നു. അടുത്ത ഷോയിലും ഇതേപോലത്തെ കുറെ കപ്പിൾസ് ഒക്കെ വരുമായിരിക്കും. കാരണം ഒരു വീഡിയോയിൽ നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ വിലയിരുത്തുന്നതിനൊക്കെ ഒരു ഷോയിൽ ഇത്ര ദിവസം നിന്ന് കഴിയുമ്പോ അവരുടെ ഉള്ളിലെ സ്നേഹം ബോണ്ട് നമ്മൾ ലൈവായിട്ട് കണ്ടോണ്ടിരിക്കും. അപ്പം എത്ര നല്ലൊരു ഇമ്പാക്ട് നിങ്ങളുടെ ഉള്ളിലും വരും. അവരുടെ റിലേഷൻ അങ്ങനെയാണ്, നമ്മൾ വിചാരിക്കുന്ന റൂട്ടല്ല. നിങ്ങൾ എങ്ങനെയാണ് അത്രയും ബ്യൂട്ടിഫുൾ തന്നെയാണ് നമ്മുടെ റിലേഷൻ. ലാലേട്ടന്റെ ആംഗ്രി മൂഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് അടിപൊളി. ഇത്രയും സീസണിലെ ഏറ്റവും നല്ലൊരു എപ്പിസോഡ് ആയിരുന്നത്. അതെ, ഈ ഒരു ഇതില് കണ്ടതില് ഏറ്റവും നന്നായിട്ട് കണ്ടൊരു എപ്പിസോഡ് ആയിരുന്നു അത്. ബെസ്റ്റ് പാട്ട് എന്തായിരിക്കും എപ്പിസോഡ്സില്? അത് വീട്ടിൽ കൊണ്ടുവരാൻ എന്റെ വീട്ടിൽ കയറ്റി ഞാൻ അവരെ എന്ന് പറയുന്ന ഒരു ഇതില്ലേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ആ വ്യക്തി അങ്ങനെ പറയുമ്പോ പുള്ളി അത് എക്സെപ്റ്റഡ് ആണ്. അതുകൊണ്ടാണല്ലോ പുള്ളി ഷോയിലോട്ട് വിളിച്ചേ. എന്റെ വീട്ടിൽ കയറ്റി ഞാൻ അവരെ. ആ ഒരു ഡയലോഗ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ആ പുള്ളിക്കാരൻ അങ്ങനത്തെ ഒരു വേർഡ് പറയുമ്പോ നമുക്ക് ആർക്കാണെങ്കിലും ആരെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം? എന്നോട് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു അത്. ഞങ്ങൾ ആ എപ്പിസോഡ് ഫുള്ള് കണ്ടു. ഞാനും എപ്പിസോഡ് ഫുള്ള് കണ്ടു. അതിലൂടെ നൂറയുടെ ആ ഒരു നിപ്പ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഒരു ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള ആളാണ്, എനിക്ക് പോലും പക്ഷെ ഒരു സങ്കടം വന്നു. നമ്മുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു സിനാറിയോ ഉണ്ടായിട്ടേ ഇല്ല. ബട്ട് എനിക്കും അത് കണ്ടപ്പോ സങ്കടം വന്നു. അവരുടെ രണ്ടാളുടെ നിപ്പും അതില് ഭയങ്കരമായിട്ട് എന്തോ പാനിക്കായ പോലെ തോന്നി. അവര് പാവങ്ങളാണ്, ചെറിയ പിള്ളേരല്ലേ. അതെ, അപ്പൊ ആ ഒരു തിരിച്ചു പറയാനുള്ള ഒരു അവരെ കാണുമ്പോൾ ഒരു ഇത് കേട്ട സ്റ്റേറ്റ്മെന്റ് നമ്മൾ പെട്ടെന്ന് ഷോക്കായി പോകും. ഞങ്ങളാവില്ല കേട്ടോ. ഞങ്ങള് പിന്നെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതേപോലത്തേക്ക്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനത്തെ ആവില്ല. ഇവർക്ക് പക്ഷെ അധികം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ അത് കേട്ടപ്പോ അവര് പെട്ടെന്ന് ഷോക്കായി പോയി. അവരുടെ ആ ഒരു നിപ്പ് കണ്ടപ്പോഴത്തേക്ക് എന്തെങ്കിലും പഴയ മെമ്മറീസ് ഓർമ്മ വന്നു അങ്ങനെ നിക്കുന്ന കണ്ടപ്പോഴേക്ക്? ഇല്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ മെമ്മറീസ് ഇല്ല. കാരണം ഞങ്ങൾ തിരിച്ചു പറയും. ഞങ്ങളങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരല്ല. ഇങ്ങനെ വാ അടപ്പിച്ചിട്ടുള്ള ആരെയാണ്? ഇഷ്ടംപോലെ പേരുണ്ട്. ഞങ്ങള് ഇതേപോലെ പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ മെസ്സേജ് വന്നിട്ട് ഒരുത്തി പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് പോലീസിലാണ്,
പള്ളുരുത്തി സ്റ്റേഷനിലാണ്. നീ ധൈര്യണ്ടെങ്കിൽ അങ്ങോട്ട് വായോ എന്നൊക്കെ പറഞ്ഞ് കൃത്യം 7 മണിക്ക് നീ ധൈര്യണ്ടെങ്കിൽ പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ 6:45 എത്തി അവിടെ. എന്നിട്ട് പറഞ്ഞു ഇത് എവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു പോലീസുകാരൻ്റെ വൈഫും അല്ലായിരുന്നു അത്, പുള്ളിക്കാരത്തി അത്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ലൈവ് ഒക്കെ ഇട്ടായിരുന്നു, ഞങ്ങളിവിടെ ഉണ്ട് എവിടെ താനെ എവിടെ ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻസ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് മുന്നേ, ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായി. അങ്ങനെ ഒരുപാട് പേരുടെ വാടപ്പിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ചില ആളുകളൊക്കെ ഇതേപോലെ സ്റ്റോറി ഇടുന്ന ഇങ്ങനെ കണ്ടിട്ടുണ്ട്. കുറെ ട്രാൻസ് വുമൻസ് ഇങ്ങനെ സ്റ്റോറി ഇടുന്ന കണ്ടിട്ടുണ്ട്. അവരുടെ ഇതേപോലെ DM പോയിട്ട് ഹായ് ഒരു ഹായ് തരുമോ എന്ന് ചോദിച്ച് മെസ്സേജ് ഇട്ടുകൊണ്ടിരുന്നിട്ട് പിന്നെ പോയിട്ട് ഇവര് കുറെ ഇതൊക്കെ മെസ്സേജ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് ഒരു പോസ്റ്റിന്റെ അടിയിൽ പോയിട്ട് തെറി വിളിക്കുന്ന കമന്റ്, ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാവാറുണ്ടോ? പിന്നെ ഇഷ്ടംപോലെ. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ കല്യാണം കഴിക്കാനൊക്കെ നല്ല മനസ്സിൽ എത്ര ചേട്ടന്മാരുണ്ട്, ഒരുപാട് പേരുണ്ട്. നല്ല മനസ്സിലുള്ള ചേട്ടന്മാരുണ്ട്. രണ്ടുപേർ കൂടെ ഒരുമിച്ച് ജീവിതം തരുന്നുണ്ട്. കന്നഡക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പൊ അവരും തരുന്നുണ്ട്. ഇഷ്ടം പോലെ ഇവളെ പ്രപ്പോസ് ചെയ്യും. രണ്ടുപേരും കൂടെ കല്യാണം കഴിച്ചോളാം നോക്കിക്കോളാം, അത്രയ്ക്ക് നന്മമരങ്ങൾ ഒരുപാട് പേരുണ്ട്. ആദിലയും നൂറയും ബിഗ് ബോസിൽ കയറിയതിന് ശേഷം കുറെ വന്ന കമന്റ്സാ, ഇവര് ഇനി പുറത്തിറങ്ങുമ്പോഴത്തേക്ക് പിരിയും അങ്ങനെ കമന്റ്സ്. ഞാൻ കെട്ടിക്കോളാം. ആദിലെ ഇവർക്ക് നല്ല ആൺകുട്ടികളെ ഇവര് കാണാഞ്ഞിട്ടാണ്. അങ്ങനെങ്കിൽ അവർ അത്ര ഇഷ്യൂസ് ഉണ്ടാക്കി ജീവിക്കാൻ വരത്തില്ലല്ലോ, കാരണം അവർ അത്ര ഇഷ്യൂസ്. ഈ 3 വർഷം മുന്നേ നല്ല ആമ്പിളേരുണ്ടായിരുന്നല്ലോ ഇവിടെ. അതെ അല്ലേ? അവര് പ്രേമിക്കുന്ന കാലത്തും നല്ല ആമ്പിളേരുണ്ടായിട്ടുണ്ട്, എന്നിട്ടല്ലേ അവര് പ്രേമിച്ച്. അതെ, അവർക്കത് അത് മതിയും തോന്നിയതുകൊണ്ടാണല്ലോ അവര് വീട്ടുകാരുടെ ഇത്ര ഇഷ്യൂസ് ഉണ്ടാക്കി അവർ ജീവിക്കാൻ വന്നേ. എന്തായാലും മാറത്തില്ലല്ലോ എത്ര വന്നാലും. അപ്പൊ അതില് ഒരാൾ ഔട്ടായാലും ഒരാൾ നിന്നത് അവർക്ക് വേണ്ടി തന്നെ. അതെ, ഇപ്പൊ നമ്മളുടെ ഒരാൾ നിന്നാലും അത് നമുക്ക് വേണ്ടി തന്നെ, നമ്മുടെ ജീവിതത്തിന് വേണ്ടിയാ. അത് ഈ പുറത്ത് സൊസൈറ്റിയിൽ ഇങ്ങനെ കാണേണ്ട ആവശ്യമില്ലല്ലോ, ഒരിക്കലും ഇല്ല. അങ്ങനെ ഇന്ന് വന്നിട്ട് നാളെ ഒരാളാണ് അവരുടെ കൂടെ പോകാനെങ്കിൽ പിന്നെ എന്ത് ജീവിതം, അത് എന്ത് കണക്ഷനാണ് നമ്മൾ തമ്മിലുള്ളത്. അതെ അതെ അതെ. ഈ പറയുന്ന പോലെ എന്താ പറയാ, ഈ ചേട്ടന്മാര് ഇങ്ങനെ ഒരുപാട് പേര് വന്നിട്ടുണ്ടല്ലോ, നേരിട്ട് അപ്രോച്ച് ചെയ്യോ അതോ മെസ്സേജ് അയച്ചിട്ടാണോ? നേരിട്ട് വരാൻ പേടിയായിരിക്കും. മെസ്സേജ് കൂടെ ഒന്നല്ലെങ്കിൽ കമന്റ് ആയിട്ട് പറയും ഞങ്ങളുടെ ഏതെങ്കിലും വീഡിയോസിന്, അല്ലെങ്കിൽ ഇവരുടെ കമന്റ് വരുന്നല്ലേ ഇവര് ബാഡിടും. എന്നിട്ട് ഇവരുടെ കമന്റ് അവരുടെ പ്രൊഫൈലിൽ നമ്മൾ DM നോക്കിക്കഴിഞ്ഞാല് രണ്ടുപേരും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഞാൻ കല്യാണം കഴിക്കട്ടെ കമന്റ് വന്നിട്ട് നമ്മളെ ഇതാക്കിക്കൊണ്ടിടും. ഈ ഭാര്യ മക്കളൊക്കെ ഉള്ളവര് തന്നെയാണ് വന്ന് പറയുന്നത്. കൂടുതൽ ഫേക്ക് ഐഡി ആയിരിക്കും. സ്വന്തമായിട്ട് പേര് വെളിപ്പെടുത്താൻ പറ്റാത്ത ആൾക്കാരാണല്ലോ ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് മെസ്സേജ് അയക്കാം. അപ്പൊ ഞങ്ങൾ ആദ്യം പറഞ്ഞത് നിങ്ങൾ സ്വന്തം ഐഡിന്ന് മെസ്സേജ് അയക്കും. കമന്റ്സ് വരുന്നത് എല്ലാം ഫേക്ക് എന്നാണ്. നമ്മളോട് എന്തെങ്കിലും തോന്നിട്ട് പറയാൻ നമുക്ക് അവരുടെ ഒറിജിനൽ അക്കൗണ്ട് നമ്മളോട് പറയല്ലോ, അതിൽ പേടിച്ചിട്ട് എല്ലാരും ഫേക്ക്. അപ്പൊ അവരുടെ ഒരു എന്റർടൈൻമെന്റ് ആണെന്ന് തോന്നുന്നു നമ്മളോട് ഇങ്ങനെ നമ്മളെങ്ങനെ. ഏറ്റവും കൂടുതൽ ഒരു ഹെയ്റ്റ് വരുന്നത് സ്ത്രീകളിൽ നിന്നാണോ പുരുഷന്മാരിൽ നിന്നാണ്? പുരുഷന്മാരിത് വരുന്നത് നമ്മളൊരു സെക്ഷൽ രീതിയിലുള്ള ഇതാണ്, നമ്മളെ കളയാക്കിക്കൊണ്ട്. മനസ്സിലായി. കുറെ സിമ്പിൾസ് ഒക്കെ ഉണ്ടല്ലോ, മനസ്സിലായി. അതാണ് കുറെ വരുന്നത്. പെൺപിള്ളേരെന്ന് വരുന്നത് എങ്ങനെ നിങ്ങൾ ജീവിക്കുന്നത്, നിങ്ങൾ അമ്മ എന്താണ്, അതായിരിക്കും. അത് ഒരു ഏജ് കഴിഞ്ഞവരാണ് കൂടുതലും. മനസ്സിലായി വരുന്നത്. അങ്ങനെ കുറെ കമന്റ്സ് ഇഷ്ടം പോലെ വരാറ്. ഞാൻ ഇതേപോലെ കാണുമ്പോഴത്തേക്ക് ഇപ്പോ നമ്മുടെ ജാസി ആഷി അവരുടെ വീഡിയോസ് നോക്കുമ്പോഴത്തേക്ക് കുറെ പേര് ഗിഫ്റ്റ് ഇടുന്നത് കാണാം. മറ്റേ കോൽക്കളിയുടെ കത്രിക അതുപോലെ ഒരു ഗിഫ്റ്റ്സ് ഒക്കെ ഇടുന്നത് കാണാം. അപ്പൊ ശരിക്കും നിങ്ങളെ കാണുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് മാത്രമേ ഇവര് ചിന്തിക്കുന്നുള്ളൂ, അല്ലാണ്ട് നിങ്ങൾക്ക് വേറൊരു അവർക്ക് അയക്കുന്ന സമയത്ത് ഫ്രസ്ട്രേഷൻ ആണെന്ന് തോന്നുന്നു അതൊക്കെ. കാരണം അവരുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആയിരിക്കും അവരെ തീർക്കുന്നതെന്ന് തോന്നുന്നു അങ്ങനെ ഒരു കമന്റ് ഇട്ടിട്ട്. കാരണം നമുക്ക് ഇപ്പൊ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നതാണ്, നമ്മളെല്ലാരും കാണുന്നത്, നമ്മളവരെയൊക്കെ പാടിടില്ല. അതെ, കാരണം അവരുടെ സന്തോഷമാണ് അവര് ചെയ്യുന്ന വീഡിയോ. ജാസി ആഷി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെപ്പോലെ തന്നെ ഒരു കപ്പിൾസ് ആണ്. അതെ, അവര് ജീവിക്കട്ടെ, അവരുടെ ഇഷ്ടത്തിനല്ലേ അവര് ജീവിക്കുന്നത്. അവരല്ലാതെ ഒരു ക്രിമിനൽ തരവായി ഒന്നും ചെയ്തിട്ടോ സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടോ ഒന്നും അല്ല, അവരുടെ ഇഷ്ടത്തിന് അവരവരുടെ ജീവിതം ചെയ്യുന്ന ചെലവിലല്ല. എനിക്ക് അവർ നല്ല കപ്പിൾസ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. പേഴ്സണലി ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും സംസാരിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് അവർ നല്ലൊരു കപ്പിൾസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ഹോമോസെക്ഷുവാലിറ്റി നമ്മുടെ ഇന്ത്യൻ കൾച്ചറിനെതിരാണെന്ന് പറയുന്ന കുറെ പേരുണ്ട്. ഒരിക്കലല്ല, ദൈവം തന്നതല്ലേ ഇതും, അത് നമ്മള് സൃഷ്ടിച്ചതല്ലല്ലോ നമ്മുടെ സെക്ഷുവാലിറ്റി. അപ്പൊ അത് അക്സെപ്റ്റ് ആണും പെണ്ണും മാത്രമേ ഇത് പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതന്നെ നിർത്തണം ആദ്യം, അല്ലേ? ആ കാലം മാറി തുടങ്ങി. നമ്മൾ കുറെ പേര് മാത്രമാണ് ഇപ്പോഴും അതിന് പുറത്തു വരാത്തുള്ളൂ. മിക്ക തോന്നുന്നു എനിക്ക് പുറം രാജ്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഏറ്റവും നല്ലത് അവിടെ ജീവിക്കുക. ഇവിടെ അത് വരുമ്പോഴേക്കും കുറെ സമയം എടുക്കും.
ഹോമോഫോബിക് ആയിട്ടുള്ള ആളുകൾ ഇവിടെയാ കൂടുതലല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ കമന്റ്സ് ഒക്കെ തന്നെ അറിയത്തില്ലേ, കൂടുതൽ ഹോമോഫോബിക് തന്നെയാണ്. അതുപോലെ നേരത്തെ ആര്യനെ ഇഷ്ടമല്ല, ആര്യനെ ആര്യനോട് താല്പര്യമില്ല, ഇമ്മച്ചുവേർഡ് ആണെന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ചില ഈ പറഞ്ഞ പോലെ ചില ഗോഷ്ഠികളും ലാലേട്ടന്മാര് റെസ്പെക്ട് ഇല്ലാതെ ബിഹേവ് ചെയ്യുന്നതൊക്കെ. ഇതേപോലെ എനിക്ക് റിയൽ ആണോ എന്നറിയില്ല, ബട്ട് ഞാൻ കുറെ ഫീച്ചേഴ്സ് ഇങ്ങനെ കണ്ടിരുന്നു. ആര്യൻ ADHD ഉണ്ട്. ഞാനും കണ്ടായിരുന്നു അതിനെപ്പറ്റി. നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ലല്ലോ, നമ്മൾ അതിനെപ്പറ്റി പറയാനും ആളല്ല, നമുക്ക് അറിയാത്ത ഒരു വിഷയത്തെ പറ്റി പറയേണ്ടത് അറിയത്തില്ലല്ലോ. നമുക്ക് പേഴ്സണലി പുള്ളിനെ അറിയില്ല. ഞാൻ ഇന്റർവ്യൂസ് ഇതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ അവൻ തന്നെ പറയുന്നത് ADHD അതിന്റെ എന്തോ നമുക്കറിയത്തില്ല, നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. മേ ബി ചിലപ്പോ അതുകൊണ്ടായിരിക്കും ആൾ ഇത്ര ഹൈപ്പർ ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. അതായിരിക്കും. ഇതിൽ പേഴ്സണലി പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? പേഴ്സണലി എനിക്ക് ആദിലിനെ അറിയാം, ശരിക്കും ചേച്ചി അറിയായിരുന്നു. ടോപ്പ് 5 പ്രഡിക്ഷൻ പറയുകയാണെങ്കിൽ ആരൊക്കെ ആയിരിക്കും? ഷാനവാസ് കാണുമായിരിക്കും, മേ ബി അക്ബർ കാണുമായിരിക്കും. അതിലെന്ന് പറയുമ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട്. പിന്നെ അനീഷ് കാണും. അനീഷ് എന്തായാലും ഉണ്ടാവും. അനീഷിനെ ഭയങ്കര ഇഷ്ടമല്ലേ? അല്ല, ഇഷ്ടമല്ല, പുള്ളി ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. പുള്ളി അങ്ങനത്തെ ഒരു അല്ല, പുള്ളി വീക്ക് മാറുന്നവരും പുള്ളിയുടെ ഗെയിം ചേഞ്ച് ചെയ്ത് കളി മനസ്സിലാക്കി കളിക്കുന്ന ഒരാള് എനിക്കിഷ്ടമാണ്. നല്ലൊരു ആർക്കും സപ്പോർട്ടും അല്ല, ആർക്കും ഒന്നല്ല, ആളുടെ ഗെയിമിങ്ങിലാണ് ഒറ്റയ്ക്ക് കളിക്കും. ഒറ്റയാനാണ് പുള്ളി. അനുവിന് നേരത്തെ ഇഷ്ടം, അനുവിന് ഈ പറഞ്ഞ പോലെ പോസിറ്റീവ്സും വരുന്നുണ്ട്, ഇഷ്ടംപോലെ നെഗറ്റീവ്സും വരുന്നുണ്ട്. അനുവിന് മാറ്റിക്കഴിഞ്ഞാൽ അനുവിന് ബെറ്റർ ആകും എന്ന് തോന്നുന്നുള്ള കാര്യങ്ങൾ എന്തായിരിക്കും? കരച്ചില് ഒരുപാട്. ആളും ഈ പറഞ്ഞ പോലെ പുറത്ത് നന്നായിട്ട് ഗെയിം കളിച്ച് പഠിച്ചു വന്നിട്ടുള്ള ആളാണ്. പക്ഷേ ജിസയിൽ ആര്യൻ ആ ഒരു അലിഗേഷൻ പുള്ളിക്കാരത്തി കൊണ്ടുവന്നത് ആൾക്ക് ഇത്തിരി കൂടെ നെഗറ്റീവ് ആയ പോലെ തോന്നുന്നില്ലേ? കുറച്ച് വന്നിട്ടുണ്ട്. കാരണം അത് അങ്ങനെ ഒരു എന്തായാലും ഒരു പ്ലാറ്റ്ഫോമിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, അതിനകത്തുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് അങ്ങനെ പറഞ്ഞ് അതിനൊരു ചർച്ചാ വിഷയമാക്കി അവിടെ ഡെമോ ഒക്കെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പുറത്ത് ബിഗ് ബോസിലൊക്കെ ഇത് കാണിക്കുന്നുണ്ട്, പക്ഷെ ഇതിൽ അങ്ങനെ മലയാളത്തിൽ അങ്ങനെ കാണിച്ചിട്ടില്ലെങ്കിലും നമുക്കത് പറയേണ്ട ആവശ്യമില്ല. അവരെന്തോ ആയിക്കോട്ടെ, പുറത്ത് പറയേണ്ട ആവശ്യമില്ല. അതിനെല്ലാരോടും ജഡ്ജ് ചെയ്ത് അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അത് അവർക്ക് എത്രമാത്രം ഇമ്പാക്ട് കൂടുതൽ പുറത്ത് ഇത് വന്നത് ഡെമോ കാണിച്ചിരുന്നല്ലോ. അതെ 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 അതെ, അതായിരിക്കും തോന്നുന്നു മസ്താനിക്ക് പെട്ടെന്ന് ഔട്ടാവാനുള്ള കാരണം തോന്നുന്നു. പിന്നെ അപ്പാനി ഔട്ടായപ്പോ ഉള്ള ഒരു അതിനവർ തിരിച്ചും പറഞ്ഞല്ലോ, അപ്പൻ ചേട്ടാ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ക്യാമറ മുന്നിലൊന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ അതെ, ഇത്രയും ഹേറ്റ് സമ്പാദിച്ച ഒരാൾ ഇതുവരെ എലിമിനേറ്റ് ആയിട്ടില്ല അല്ലേ? ഇങ്ങനെ ഇറങ്ങിയ ഒരാളും കാണത്തില്ലെന്ന് തോന്നുന്നു ഇത്ര സീസണില്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇതേപോലെ ഇന്റർവ്യൂസിന് കോൾ ചെയ്തിട്ടുണ്ട്? കുറെ പേര് ഇങ്ങനെ ബിഗ് ബോസിലല്ല, മസ്താനിയുടെ ഇന്റർവ്യൂസിൽ. കാരണം കുറെ പേര് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതേപോലെ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകളുടെ ഇന്റർവ്യൂസ് എടുത്തിട്ട് സ്റ്റിൽ അതിപ്പോ നോർമലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതായിട്ട്. ഇല്ല, ഞങ്ങൾ ഇന്റർവ്യൂ എടുത്തിട്ടില്ല. യൂഷ്വലി ഒരു കപ്പിളിനെ കാണുമ്പോഴത്തേക്ക് ഒരു 4-5 വർഷം റിലേഷൻ കഴിയുമ്പോൾ നോർമലി വരുന്ന ക്വസ്റ്റ്യൻ ആണ്, എന്താ നിങ്ങൾക്ക് ഫാമിലി പ്ലാനിങ് ഉണ്ടോ, അല്ലെങ്കിൽ കുട്ടികളില്ലേ, അങ്ങനെയൊക്കെ പൊതുവെ ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോ നിങ്ങളുടെ ഒരു പ്ലാൻ എങ്ങനെയാണ്? ഒരു കുട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ? നമ്മള് ടൈം ആവട്ടെ, കുറച്ചുകൂടെ ടൈം ആവട്ടെ, എന്നാൽ പ്രൊസീജിയർ ഒക്കെ എങ്ങനെ നന്നായിട്ട് മനസ്സിലാക്കി എന്താണ് നല്ല ഓപ്ഷൻ. അത് കുഞ്ഞു കുട്ടിയാണോ? എത്ര വയസ്സുണ്ട്? 23. അവള് ഒരു 18 വയസ്സ് കഴിഞ്ഞപ്പോ പോകുന്നതാണ് എന്റെ കൂടെ. കുറച്ചിട്ട് മെച്ചൂർഡ് ആവട്ടെ. ആളിപ്പോ എന്റെ പിന്നാലെ നടന്ന് ആള് മെച്ചൂർഡ് അല്ല, ഇത്തിരി ആവണം. അപ്പൊ എങ്ങനെയായിരിക്കും പലരും കമന്റ്സ് വരും, ഒരു മെയിൽ സപ്പോർട്ട് ഇല്ലാണ്ട് എങ്ങനെയാണ് ഒരു കുട്ടി വരുന്നത്? ഇഷ്ടപ്പെട്ട ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ. സ്പെം ഡൊണേഷൻ എന്തായാലും വേണം ഒരാളുടെ. കുട്ടിയാവത്തല്ലേ ഉള്ളൂ അപ്പോഴും. ഇല്ല, എന്റെ അങ്ങനെ എഗ് ഇതാക്കിയിട്ടുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ഞങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യും. എന്തായാലും ഒരു 2 years കൂടി കഴിഞ്ഞാൽ എന്തായാലും ഞങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യും. പുള്ളിക്കാരത്തിക്കാണ് ചെയ്യുന്നത്. അപ്പൊ പുള്ളിക്കാരത്തി പ്രസവിക്കാൻ അതെ അതെ മെച്ചൂർഡ് ആവട്ടെ, കുറച്ച് ഇയേഴ്സും കൂടെ കഴിഞ്ഞിട്ട് 2-3 years എന്തായാലും ചെയ്യും. ഓക്കെ, അപ്പൊ എന്തായാലും മോളുടെ പേരെന്തായിരുന്നു? പൂജ. പൂജയ്ക്ക് അപ്പൊ ഒരു അനിയത്തിയും കൂടെ, അനിയത്തി അല്ലെങ്കിൽ അനിയനും കൂടെ. പൂജയ്ക്ക് അനിയൻ വേണം. അപ്പൊ പൂജയ്ക്ക് ഒരു അനിയനും കൂടി വരാൻ പോവാണ്. ഇനി എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ്? എന്തൊക്കെയാണ്? മൈഗ്രേറ്റ് ചെയ്യും ഇവിടുന്ന്. എന്തായാലും നാട്ടിൽ നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പം എന്തായാലും പോയിട്ട് വന്നതിന് ശേഷം ട്രീറ്റ്മെന്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ. ഇപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ നന്നായിട്ട് പോട്ടെ, അത്രേ ഉള്ളൂ. അല്ല, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഞങ്ങൾ ഇത്രയും വർഷമായി മനുഷ്യന്മാരല്ലേ. പക്ഷെ ഞങ്ങളുടെ ഇതിൽ ഞങ്ങൾ ജീവിതകാലം മൊത്തം ഇങ്ങനെ ഉണ്ടാവുന്നതാണ്. ഞങ്ങൾ വയസ്സാകുമ്പോഴത്തെ പ്ലാൻ വരെ തീരുമാനിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എന്തായാലും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. ഒരുപാട് നാൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റട്ടെ. വിചാരിച്ച പോലെ കുഞ്ഞു ആവയൊക്കെ വന്ന് അനിയനും ചേച്ചിയും എല്ലാവരും ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. കുട്ടീനൊക്കെ നോക്കാനുള്ള മെച്ചൂരിറ്റി ആവട്ടെ.
അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.